പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ പോലും കേട്ടില്ല കൊണ്ടുപോകാൻ. ഞങ്ങൾ ചെങ്കൽശ്ശേരി പോകുന്നത് പറയുമ്പോൾ 4-5 സ്ഥലങ്ങൾ പറയേണ്ടി വരും. ഒന്ന് മോഡൽ സ്കൂൾ, അല്ലെങ്കിൽ ഹൗസിംഗ് ബോർഡ്, അല്ലെങ്കിൽ ഞങ്ങൾ പനവിള, അല്ലെങ്കിൽ കൈത്തറി, ഇങ്ങനെ 4 സ്ഥലം പറഞ്ഞാണ് ഞങ്ങൾ സ്ഥലത്ത് വരണം. ഇന്ന് അതേ പേരിന്റെ പേര് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്താൻ കഴിഞ്ഞത് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ആ പേര് അതെനിക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് കാണിക്കാൻ ദുബായ് വരെ പോയിട്ട് അവാർഡ് വാങ്ങിച്ചു. ചെങ്കൽശ്ശേരിയുടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ കൂടെ എനിക്ക് സാധിച്ചു. അതിന് വളരെ അഭിമാനമുണ്ട്. അത് എന്നേക്കാൾ എത്രയോ വിദ്യാഭ്യാസം എന്നെ മുന്നിലിരിക്കുന്ന ഇത്രയും കുറഞ്ഞ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു തലത്തിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും എന്നേക്കാൾ അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഒരുപാട് മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ പറ്റും. പക്ഷേ ചെറുതയുടെ മനസ്സിൽ നിന്നും ജാതിയും മതവും താഴേക്കിടയിലുള്ള എന്തൊക്കെയുള്ള വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നത് പൂർണ്ണമായിട്ട് മാറണം. ആ വ്യവസ്ഥ മാറിയാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണതയിൽ എത്താൻ പറ്റുള്ളൂ. സാർ പറഞ്ഞു, ഞാൻ നമ്മുടെ രാജസ്ഥാൻ സാർ ഒരുപാട് കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ മുൻപോട്ട് വന്ന ആളാണ്. വളരെ ബഹുമാനമാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും പഠനം പോലും ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്കൂളുകളുണ്ട്. കോളേജിലെ കുട്ടികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതെല്ലാം മാറി ചിന്തിക്കാൻ. ഈ വേളയിൽ ശ്രീമതി ധനുജ കുമാരിയുടെ അമ്മ ശ്രീമതി സാറാമ്മ അമ്മയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമ്മയുടെ കൂടി സാന്നിധ്യത്തിൽ പുസ്തക പ്രകാശനം നടത്താനായി. ഒപ്പം ഒരു സ്നേഹോപഹാരം സമ്മാനിക്കാനായി ശ്രീമതി ഗീത രാജേന്ദ്ര ബാബുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.